ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ആൻസർ ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം: ഞാനിവിടെ വന്നു കൂടിയില്ലെങ്കിൽ പിച്ചപ്പാളയം കൊണ്ടിറങ്ങേണ്ടി വന്നേനെ അവന്. കോഴിയും കിഴവി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ എന്ത് മനോഭാവമാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്? ഉത്തരം ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം 2 പണമുണ്ട് എന്ന അഹംഭാവം. രണ്ടാമത്തെ ചോദ്യം: പല മതസാരവുമേകം എന്ന ശ്രീനാരായണ ദർശനത്തിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 3 ആണ് എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നു തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം: പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു ചെറിയ വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാമുവൽ ബട്ട്ലറുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്. അസത്യ വാർത്തകളിലൂടെ പത്രങ്ങൾ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. 4ാമത്തെ ചോദ്യം: ഭാരതീയ വേദാന്തത്തിൻ്റെ പരമലക്ഷ്യം മോക്ഷമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വരിയാണ്. പരമലക്ഷ്യം എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിച്ച് എഴുതുന്നത്? ഓപ്ഷൻ 3 ആണ് പരമമായ ലക്ഷ്യം. 5 ഈ വയ്യാവേലിയിൽ നിന്ന് തല വലിക്കാൻ മത്തായി കുറേ പാടുപെടേണ്ടി വന്നു. കോഴിയും കിഴവി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ തന്നെ ഒരു സെൻറ്റൻസ് ആണ്. തല വലിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം 2ാമത്തെ ഓപ്ഷനാണ് രക്ഷപ്പെടുക. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാർക്ക് വീതമാണ്. 6ാമത്തെ ചോദ്യം: അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു, അല്പം താമസിച്ചെന്നു മാത്രം. കോഴിയും കിഴവി എന്ന പാഠഭാഗത്തിലെയാണ്. ഈ സന്ദർഭം കഥാഗതിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? 2 സൂചനകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പാഠഭാഗം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവണം. അപ്പോൾ ആ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. 7ാമത്തെ ചോദ്യം: അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനാണ്. ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാകുന്നു. ഇതിനെ അർത്ഥവ്യത്യാസം വരാതെ 2 സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ചോദ്യം: പത്രമില്ലാതെയുള്ള ഭരണത്തേക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വരികളാണ്. ജെഫേഴ്സൺ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാവാം? 2 നിരീക്ഷണങ്ങൾ എഴുതുക. അടുത്ത് നോക്കിയേ. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ മുഴുവനും തന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും പാഠഭാഗവും നന്നായി കൂട്ടുകാർ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. 9ാമത്തെ ചോദ്യം: കോഴിയും കിഴവിയും എന്ന ചെറുകഥയിലെ കോഴി മനുഷ്യൻ്റെ ആർത്തിയുടെയും കിഴവി മാനവികതയുടെയും പ്രതീകമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ കോഴിയും കിഴവിയും എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ കോഴിയും കിഴവി എന്ന് പറയുന്ന പാഠഭാഗത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ഒരു തലക്കെട്ട് എത്രമാത്രം അതിന് അനുയോജ്യമാണ് എന്ന് കൂട്ടുകാർ വ്യക്തമാക്കുക. 10ാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച മഹാഗുരുവിൻ്റെ ദർശനങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. സമകാലിക ലോക സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇന്നത്തെ ലോകത്തെ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ടാവണം കൂട്ടുകാർ അഭിപ്രായം വിലയിരുത്തേണ്ടത്. 11ാമത്തെ ചോദ്യം, പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രനീതി. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പുതിയ കാലഘട്ടത്തിൽ ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണ്? വിലയിരുത്തുക. ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ വളരെയധികം വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പത്രത്തെയും എതിർക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ നമ്മൾ അതിന് ആശ്രയിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 12ാമത്തെ ചോദ്യം, ആ പൂവൻകോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു. കോഴിയും കിഴവിയും. ദുഷിച്ച ചിന്തകളുടെ ഇത്തരം ചികയിലും മാന്തലുമാണ് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. ഈ പ്രസ്താവനയെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനയും നമ്മുടെ ഈ ഒരു മുകളിൽ തന്നിരിക്കുന്ന ആ ഭാഗവും വളരെയധികം സാമ്യമാണ്. അപ്പോൾ അതിനെ മുൻനിർത്തി കൂട്ടുകാർ ഉത്തരം എഴുതുക. 13ാമത്തെ ചോദ്യം നോക്കൂ. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. തത്തമ്മ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അയ്യപ്പ പണിക്കർ എഴുതിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വരികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തൊക്കെയാണ്? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്മകൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നന്മകൾ കേൾക്കുകയാണെങ്കിൽ അത് കേട്ടതും കണ്ടതും ഒക്കെ പറയാനായിട്ട് നമ്മുടെ നാവിന് കഴിയണം. അതുപോലെ തന്നെ നമ്മൾ തിന്മകൾ കണ്ടാൽ, തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടാനും അതിനെ ബോധവൽക്കരിക്കാനും നമ്മുടെ കൊക്കിന്, നമ്മുടെ വായ്ക്ക് കഴിയട്ടെ എന്നാണ് ഇവിടെ അയ്യപ്പ പണിക്കർ പറയുന്നത്. അതിനെ വിശകലനം ചെയ്ത് കൂട്ടുകാർ കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത 14ാമത്തെ ചോദ്യം നോക്കൂ. നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവർ വിഡ്ഢിയാക്കപ്പെടുന്നു. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. മുകളിൽ നൽകിയ സൂചനകൾ വിശകലനം ചെയ്ത് പത്രമാധ്യമങ്ങളിലെ തെറ്റായ പ്രവണതകളെ നിശ്ചിതമായി വിമർശിക്കുന്ന ലേഖനമാണ് പത്രനീതി എന്ന അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അത് സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് കൂട്ടുകാർ ഉത്തരം എഴുതുക. 6 മാർക്ക് വീതമാണ് ഓരോ ചോദ്യങ്ങൾക്കും വരുന്നത്. 15ാമത്തെ ചോദ്യം നോക്കൂ. സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോകുന്ന മൂഢാചാര്യ പാരമ്പര്യങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹിക ജീവിതങ്ങളെ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പതിഷ്ണുവാണ് ശ്രീനാരായണ ഗുരു. നാം വലിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുതിയ രൂപത്തിൽ കേരളത്തിൽ തിരിച്ചു വരുന്നുണ്ടോ? സമകാലിക സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്തുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എഡിറ്റോറിയൽ അഥവാ മുഖപ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഡിറ്റോറിയൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ അതിൻ്റെ ഡെമോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകാർ ആ ഒരു മോഡലെല്ലാം കൊടുത്ത് തന്നെ ആവണം എഴുതേണ്ടത്. 16ാമത്തെ ചോദ്യം നോക്കൂ. അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല. പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. അപ്പോൾ ഈ 2 നിരീക്ഷണങ്ങളും പത്രനീതി എന്ന ലേഖനവും വിലയിരുത്തിക്കൊണ്ട് സാമൂഹ പുരോഗതിയുടെ മാധ്യമങ്ങളുടെ പങ്ക് എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം അഥവാ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വന്ന ചോദ്യം എന്ന് പറയുന്നത് പത്രനീതി, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ കോഴിയും കിഴവിയും. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങൾ നന്നായി കൂട്ടുകാർ മനസ്സിലാക്കി വെച്ചേക്കുക. 17ാമത്തെ ചോദ്യം, മകനെ മൂട് മറക്കരുത്. മത്തായിയെ കൊണ്ട് ഈ കൂട്ടത്തിൽ അവനെയോടൊന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് വടക്കേതിലേക്കൊന്ന് കൊണ്ടുപോകാൻ, ഞാൻ അവിടെ കിടന്ന് ചത്തോളം. കോഴിയും കിഴവിയും. സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ കൂട്ടുകാർ പഠിച്ച പാഠഭാഗങ്ങളിൽ ഏതൊക്കെ കഥാപാത്ര നിരൂപണങ്ങളാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് അതെല്ലാം കൂട്ടുകാരൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അത് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മത്തായിയുടെ അമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ്. അവരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ രൂപവും ഭാവവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാവണം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു
3 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 1 കോഴിയും കിഴവിയും, 2 ശ്രീനാരായണ ഗുരുവിൻ്റെ, അടുത്ത് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം. ഈ 3 പാഠഭാഗങ്ങളും നന്നായി 3-4 തവണ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന കുട്ടിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസറുകൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് ഒരുമിച്ച് കാണാം. താങ്ക്